ജയമുധിരയേത് യേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപാതമഹം വന്ദേ പരമാ. ശബ്ദം കേൾക്കുന്നില്ലല്ലോ മാതാജി. കേൾക്കാൻ വയ്യ മാതാജി. മൈക്ക് ഓൺ ചെയ്യും മാതാജി. മ്യൂട്ടാണ്, ഫോണൊന്ന് ഒന്നുകൂടെ ഓൺ ചെയ്യണേ. ഹരേ കൃഷ്ണ. സോറി, ഒട്ടും കേട്ടില്ലായിരുന്നു. ആദ്യം ഒട്ടേ കേട്ടില്ലേ? കുറെ കേട്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുധിരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി മൂഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ പരമാത്മനെ ആത്മാനന്ദ സ്വരൂപായ യോഗീന്ദ്രാരാധ്യായതേ നമസ്തേ വിശ്വഗുരുവേ ശ്രീകൃഷ്ണ പരമാത്മനെ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം വന്ദേ ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാൻ ച ശ്രീരൂപം സാഗ്രജാതം സഗഗണലളിതാം ശ്രീവിശാഖാന്വിതാം ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാചാകൽപതരൂപഞ്ച കൃപാസിന്ധുഭ്യയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം അധ്യായം 9 ശ്ലോകം 42. അഹമാത്മാ ആത്മാനാം ദാതഃ പ്രേഷ്ഠഃ സൻ പ്രേയസാമപി അധോ മയി രഥീം കുര്യാത് ദേഹാദിർയത്കൃതേ പ്രിയഃ. അഹമാത്മാ ആത്മാനം ദാതഃ പ്രേഷ്ഠഃ സൻ പ്രേയസാമപി അധോ മയി രഥീം കുര്യാത് ദേഹാദിർയത്കൃതേ പ്രിയഃ. അഹമാത്മാത്മാനം ദാതഃ പ്രേഷ്ഠഃ സൻ പ്രേയസാമപി അധോ മയി രഥീം കുര്യാത് ദേഹാദിർയത്കൃതേ പ്രിയഃ. അഹം ഞാനാകുന്നു, ആത്മാ പരമാത്മാവ്, ആത്മാനം മറ്റ് ആത്മാക്കളുടെ ദാത, സംവിധായകൻ, പ്രേഷ്ഠ പ്രിയപ്പെട്ടവൻ, സൻ ആയിരിക്കുന്ന, പ്രേയസാം എല്ലാ പ്രിയപ്പെട്ട കാര്യങ്ങളുടെയും, അഭി തീർച്ചയായും, അധഹ അതുകൊണ്ട്, മയി എനിക്കായി, രതിം ആസക്തി, കുര്യാത് ഒരുവൻ ചെയ്യണം, ദേഹ ആദിഹി ശരീരവും മനസ്സും, യത്കൃതേ ഒരുവന്റെ കണക്കിൽ, പ്രിയഹ വളരെ പ്രിയപ്പെട്ടത്. വിവർത്തനം ശ്രീല പ്രഭുപാദർ കി ജയ്. എല്ലാ വ്യക്തികളുടെയും പരമാത്മാവ് ഞാനാകുന്നു. ഞാനാണ് പരമോന്നത സംവിധായകനും പ്രിയങ്കരനും. ആളുകൾ തെറ്റായി സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളോടെ മമത പുലർത്തുന്നു. അവർ എന്നോട് മാത്രം മമത പുലർത്തണം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദർ കി ജയ്. ബദ്ധാവസ്ഥയിലും സ്വതന്ത്രാവസ്ഥയിലും പരമോന്നതനായ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ് ഏറ്റവും പ്രിയപ്പെട്ടവൻ.
അങ്ങേയറ്റം പ്രിയപ്പെട്ട വസ്തു ഭഗവാനാണെന്ന് തിരിച്ചറിയാതിരിക്കുമ്പോൾ ഒരുവൻ ബദ്ധനായിരിക്കും, തിരിച്ചറിയുമ്പോൾ സ്വതന്ത്രനും. പരമോന്നതനായ ഭഗവാൻ എന്തുകൊണ്ടാണ് സകല ജീവാത്മാക്കളുടെയും പരമപ്രിയനാകുന്നതെന്ന തിരിച്ചറിയലിന്റെ അടിസ്ഥാനത്തിൽ ഒരുവന് ഭഗവാനുമായുള്ള ബന്ധത്തെപ്പറ്റി അറിയാനുള്ള നിലവാരങ്ങളുണ്ട്. ഭഗവാൻ പരമപ്രിയനാകുന്നതിന്റെ പരമാർത്ഥ കാരണം ഭഗവത്ഗീത 15:7 വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. മാമൈ വാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മാമൈ വാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ. ജീവസത്തകളെല്ലാം തീർച്ചയായും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അഭിവാജ്യ ഘടകങ്ങളാണ്. ജീവസത്ത ആത്മാവെന്നും ഭഗവാൻ പരമാത്മാവെന്നും വിളിക്കപ്പെടുന്നു. ജീവസത്ത ബ്രഹ്മമെന്നും ഭഗവാൻ പരബ്രഹ്മമെന്നും അല്ലെങ്കിൽ പരമേശ്വരെന്നും വിളിക്കപ്പെടുന്നു. ഈശ്വര പരമകൃഷ്ണ ആത്മസാക്ഷാത്കാരമില്ലാത്ത ബദ്ധാത്മാക്കൾ ഭൗതിക ശരീരത്തെ പരമപ്രിയമായി സ്വീകരിക്കുന്നു. പ്രിയങ്കരം എന്ന ആശയം കേന്ദ്രീകൃതമായും വികസിതമായും ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. സ്വന്തം ശരീരത്തോടുള്ള മമതയും അതിന്റെ അസ്തിത്വവും ജീവസത്തയും അടിസ്ഥാനത്തിൽ സന്താനങ്ങളായും ബന്ധുക്കളായും വിസ്തരിക്കും. ശരീരത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ ജീവസത്തയ്ക്ക് അതുവരെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന പുത്രനോട് പോലും ആകർഷണമില്ലാതാകുന്നു. ആകയാൽ ശരീരമല്ല ജീവജ്യോതിസ് അഥവാ ഭഗവാന്റെ ശാശ്വതമായ അംശമാകുന്നു മമതയ്ക്ക്. ആകയാൽ ശരീരമല്ല ജീവജ്യോതിസ് അഥവാ ഭഗവാന്റെ ശാശ്വതമായ അംശമാകുന്നു മമതയ്ക്ക് നിദാനം. ജീവാത്മാക്കളെല്ലാം പരിപൂർണ ജീവസത്തയുടെ അംശങ്ങളാകയാൽ വാസ്തവത്തിൽ പരമോന്നത ജീവസത്ത തന്നെയാണ് എല്ലാറ്റിനോടുമുള്ള മമതയ്ക്ക് കാരണം. എല്ലാറ്റിനോടുമുള്ള അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാന തത്വം വിസ്മരിക്കുന്ന ഒരുവന്റെ സ്നേഹം ചഞ്ചലമാണ്. കാരണം അവൻ മായയിലാണ്. ഒരുവൻ മായയുടെ തത്വത്തിൽ എത്രയും കൂടുതൽ ആസക്തനാകുന്നുവോ അത്രയും കൂടുതൽ സ്നേഹത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായി പുരോഗമിക്കാത്ത ഒരുവനും വാസ്തവത്തിൽ ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയില്ല. ഈ ശ്ലോകത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ ഭക്തി കേന്ദ്രീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞിരിക്കുന്നു. കുര്യാത് എന്ന വാക്ക് വളരെ അർത്ഥവത്താണ്. ഇവിടെ ഒരുവന് അതുണ്ടായിരിക്കണം എന്നാണ് ആ വാക്കിനർത്ഥം. നമുക്ക് ഭക്തി തത്വത്തോടെ കൂടുതൽ ആകർഷണം ഉണ്ടാകണമെന്ന് ദൃഢപ്പെടുത്തുകയാണത്. ആത്മീയ ജീവിയുടെ ആ അംശത്തിനും ഘടകത്തിനും മായാശക്തിയുടെ സ്വാധീന അനുഭവമുണ്ട്. പക്ഷേ പരമോന്നതമായ പരമാത്മാവിനെ മായയ്ക്ക് സ്വാധീനിക്കാൻ സാധിക്കില്ല. ജീവസത്തയുടെ മേലുള്ള മായയുടെ സ്വാധീനം അംഗീകരിക്കുന്ന മായാവാദി ദാർശനികൾ പരമാത്മാവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പരമാത്മാവിനോട് യഥാർത്ഥ ഭക്തിയില്ലാത്ത അവർക്ക് പരമാത്മാവിന്റെ പരിസരത്തെ പോലും സമീപിക്കാൻ കഴിയാതെ മായയുടെ കുരുക്കിൽ അകപ്പെട്ട് തുടരേണ്ടി വരുന്നു. അവരുടെ ഈ കഴിവുകേടിന് കാരണം പരമാത്മാവിനോടുള്ള മമതാരാഹിത്യമാണ്. ലുബ്ധനായ ഒരു ധനവാന് പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് നിശ്ചയമില്ല. അതുമൂലം അതിസമ്പന്നനായിട്ടും അയാൾ ജീവിതാന്ത്യം വരെ പരമ ദരിദ്രനെ പോലെ കഴിയേണ്ടി വരുന്നു. മറുവശത്ത് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് നന്നായി അറിയാവുന്ന ഒരുവനെ തന്റെ കൈവശമുള്ള നിസ്സാര നീക്കിയിരിപ്പ് ഉപയോഗിച്ച് വളരെ വേഗം വലിയൊരു ധനവാനായി മാറാൻ കഴിയുന്നു. കണ്ണുകളും സൂര്യനും വളരെ അടുത്ത് ബന്ധപ്പെടുന്നു. എന്തുകൊണ്ട് എന്നാൽ സൂര്യപ്രകാശമില്ലാതെ കണ്ണുകൾക്ക് ദർശിക്കുവാൻ സാധ്യമല്ല. പക്ഷേ താപത്തിന്റെ പ്രഭവമെന്ന നിലയിൽ സൂര്യനോട് ബന്ധപ്പെടുന്ന ശരീരത്തിന്റെ ഇതര ഭാഗങ്ങൾ നേത്രങ്ങളെക്കാൾ പ്രയോജനം നേടുന്നു. സൂര്യരശ്മികളുടെ താപം താങ്ങുവാൻ ത്രാണിയില്ലാത്ത നേത്രങ്ങൾ സൂര്യനോട് മമത സ്ഥാപിക്കുന്നില്ല. മറിച്ചു പറഞ്ഞാൽ സൂര്യകിരണങ്ങളുടെ ഉപയോഗം മനസ്സിലാക്കുവാനുള്ള കഴിവ് നേത്രങ്ങൾക്കില്ല. അതുപോലെ സൈദ്ധാന്തികരായ തത്വജ്ഞാനികൾക്ക് ബ്രഹ്മത്തെപ്പറ്റി ആശയജ്ഞാനമുണ്ട്, എങ്കിലും ബ്രഹ്മത്തോട് മമതയില്ല.
അതുമൂലം അവർക്ക് പരമമായ ബ്രഹ്മത്തിന്റെ കാരുണ്യം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല. നിഷേധാത്മകമായ നിലപാട് നിമിത്തം അവർക്ക് പരബ്രഹ്മത്തിന്റെ കാരുണ്യം ലഭിക്കും എന്ന പ്രതീക്ഷയും വേണ്ട. അങ്ങനെയുള്ളവർ മായാശക്തിയുടെ സ്വാധീനത്തിൻ കീഴിൽ അനന്തബദ്ധരായി തുടരുവാൻ വിധിക്കപ്പെട്ടവരാകുന്നു. സൂര്യദേവന്റെ ഒരു ഭക്തന്, അവൻ അന്ധനാണെങ്കിൽ കൂടി ഈ ഗ്രഹത്തിൽ നിന്നുപോലും സൂര്യദേവനെ യഥാരൂപത്തിൽ ദർശിക്കുവാൻ കഴിയുമ്പോൾ ഭക്തനല്ലാത്ത ഒരുവനെ സൂര്യരശ്മികളുടെ താപം താങ്ങുവാൻ പോലും കഴിയുന്നില്ല. അതുപോലെ ഒരുവൻ ജ്ഞാനിയുടെ തലത്തിൽ എത്തിയിട്ടില്ലെങ്കിലും അവന് പരിശുദ്ധ ഭക്തിയാൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ സ്വന്തം ഉള്ളിൽ ദർശിക്കുവാൻ സാധിക്കും. ഒരുവൻ എല്ലാ പരിതസ്ഥിതികളിലും ഭഗവത് ഭക്തി വർദ്ധിപ്പിക്കുവാൻ യത്നിച്ചുകൊണ്ടിരിക്കണം. അതിലൂടെ അവന്റെ സമസ്ത പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കണ്ടന്റ് പറഞ്ഞോളൂ മാതാജി. ഹരേ കൃഷ്ണ. ഏ ദാഥ, അല്ലയോ ബ്രഹ്മാവേ, അഹമാത്മാനം ആത്മാ, ഞാൻ എല്ലാ ജീവാത്മാക്കളുടെയും പരമാത്മാവാണ് എന്ന് ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്നു. പ്രേയസ പ്രേഷ്ടസൻ, എല്ലാവർക്കും പ്രിയങ്ങളിൽ വെച്ച് ഞാൻ പ്രിയതമനാണ്. ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത് എല്ലാവർക്കും എന്തിനോടാണ് കൂടുതൽ ആഗ്രഹം? അവരവരുടെ ആത്മാവിനോടാണ് അവരവർക്കെല്ലാം ഏറ്റവും പ്രിയം. അവരവരുടെ ആത്മാവിനെ കൊണ്ടാണ് എല്ലാ വിഷയങ്ങളും ഉണ്ടാകുന്നത്. അതായത് നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും നമ്മുടെ ആത്മാവ് ഉണ്ടെങ്കിലല്ലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ആത്മാവിനെ കൊണ്ടായ സർവർക്കും എല്ലാ വിഷയങ്ങളും ഉണ്ടാകുന്നത്. അത് എല്ലാ വിഷയങ്ങൾക്കും പ്രിയമായിരിക്കുന്നത് ആത്മാവിനെ കൊണ്ടാണ്. വിഷയങ്ങൾക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മൾക്ക് പ്രിയം നൽകുന്നത് കൊണ്ടാണ് അവയ്ക്ക് പ്രീതി. നമ്മൾക്ക് അവ പ്രിയം നൽകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് അതെല്ലാം പ്രീതിയായിട്ട് തോന്നുന്നത്. അങ്ങനെ വരുമ്പം നമുക്കെല്ലാം പ്രീതി ആരോടാണ് തോന്നുന്നത്? ആത്മാവിനോടാണ് തോന്നുന്നത്. നമ്മൾക്ക് നമ്മളോട് തന്നെയാണ് പ്രീതി ഉള്ളത്. അപ്പോൾ ഞാൻ തന്നെയാണ് പ്രിയങ്ങളിൽ പ്രിയൻ എന്ന് ഭഗവാൻ ബ്രഹ്മദേവനോട് പറയുന്നു. ഹരേ കൃഷ്ണ. കുര്യാത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാവർക്കും ഭക്തിത്വത്തോട് കൂടുതൽ അടുക്കാൻ സാധിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ഞാൻ എല്ലാവർക്കും പ്രിയനാണ്. ദേഹാദിഭിർ യത് കൃതേ പ്രിയഃ, ദേഹാദിഭിർ യത് ക്രിയേ പ്രിയഃ, ദേഹം മുതലായവയൊക്കെ ഈ ആത്മാവിന് വേണ്ടി പ്രിയമായിട്ടുള്ളതാണ്. ആത്മാവിനെ ആ ദേഹത്തെ പോലും ഉപേക്ഷിക്കും ജനങ്ങൾ. അപ്പോൾ ആത്മാവിന് സുഖം നൽകുന്ന ദേഹമാണ് എല്ലാവർക്കും വേണ്ടിയത്. ആളുകൾ തെറ്റായിട്ട് സ്ഥൂല സൂക്ഷ്മ ശരീരത്തോട് ആണ് പ്രിയം കാണിക്കുന്നത്. എന്നോട് മമത കാണിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 15:7 മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, ജീവസത്തകൾ എല്ലാം തീർച്ചയായും ഭഗവാന്റെ അഭിവാജ്യ ഘടകങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാത്മാവിനോടാണ് യഥാർത്ഥ ഭക്തി എല്ലാവർക്കും വേണ്ടിയത്. അതില്ലാത്തവർക്ക് ആ പരിസരത്ത് പോലും ചെല്ലാൻ സാധിക്കുകയില്ലെന്നും ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്. മായയുടെ കുടുക്കിൽപ്പെട്ട് മുന്നോട്ട് പോകും. അതാണ് എല്ലാവരും ചെയ്യുന്നത്. ആർക്കും ഭക്തി ഇല്ലാത്തവരെല്ലാം മായയുടെ കുരുക്കിൽപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭക്തിതത്വത്തോടെ ഒരുപാട് അടുക്കണം, ഒരുപാട് ആകർഷണം ഉണ്ടാകണം എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി, നല്ലതുപോലെ പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച്